ഓട്ടുപാറ കലയിൽ വൻ ഡിസ്കൗണ്ട് മേള. 1000 രൂപ വിലയുള്ള ഫാൻസി സാരികൾ 200 രൂപ മുതൽ, 1500 രൂപ വിലയുള്ള ചുരിദാറുകൾ 250-300 രൂപയ്ക്ക്. വരൂ കലയിലേക്ക്, സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ. കല ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ. കോൺടാക്ട് 0484423652. പുരസ്കാര നിറവിൽ വടക്കാഞ്ചേരി നഗരസഭ. സംസ്ഥാന സർക്കാരിന്റെ 2023-24 വർഷത്തെ മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി പുരസ്കാരത്തിൽ 2ാം സ്ഥാനവും അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ 1ാം സ്ഥാനവും വടക്കാഞ്ചേരി നഗരസഭ നേടി. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും നേട്ടം ആഘോഷമാക്കി നഗരസഭ ഭരണസമിതിയും ജീവനക്കാരും. മികവാർന്ന പ്രവർത്തനത്തിലൂടെ തുടർച്ചയായി 3ാം തവണയാണ് നഗരസഭ ഈ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കുന്നത്. 40 ലക്ഷം രൂപയും ട്രോഫിയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് സ്വരാജ് ട്രോഫി പുരസ്കാരം. സർക്കാർ നിർദ്ദേശിച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് നഗരസഭ ഈ മികച്ച നേട്ടം കൈവരിച്ചത്. സുസ്ഥിര വികസനത്തിലൂന്നിയ മാതൃകാപരമായ പദ്ധതികളാണ് നഗരസഭ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിൽ കേരളത്തിൽ ആദ്യമായി മൈക്രോ പ്ലാൻ തയ്യാറാക്കി പദ്ധതി നടപ്പാക്കിയത് വടക്കാഞ്ചേരി നഗരസഭയാണ്. അതിനായി പൈലറ്റ് പദ്ധതി ആവിഷ്കരിച്ചും 91 അതിദരിദ്രരെ ചേർത്ത് പിടിച്ചും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞു. മാലിന്യ സംസ്കരണ രംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സംസ്ഥാനത്തെ തന്നെ മാതൃക തീർക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു. വീടുകളിലും പൊതുസ്ഥാപനങ്ങളിലും ഉറവിട മാലിന്യ സംസ്കരണത്തിനായി ബയോബിന്നുകൾ, ബയോഗ്യാസ് പ്ലാന്റ്, റിംഗ് കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ് എന്നിവ വിതരണം ചെയ്ത് നടപ്പാക്കി. വീടുകളിൽ നിന്നും 100% യൂസർ ഫീ ശേഖരണം ഉറപ്പാക്കാൻ ഹരിതകർമ്മ സേനാംഗങ്ങൾ മുഖേന കഴിഞ്ഞു. പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെയും കത്തിക്കുന്നവർക്കെതിരെയും പിഴയും കർശന നടപടിയും നഗരസഭ സ്വീകരിച്ചു വരുന്നുണ്ട്. പൊതുയിടങ്ങളിൽ ബോട്ടിൽ ബൂത്ത്, ഇല കമ്പോസ്റ്റ് എന്നിവ സ്ഥാപിച്ച് പൊതുജനങ്ങളുടെ വലിച്ചെറിയൽ പ്രവണത കുറച്ചു. 8000 മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തതിന്റെ ഭാഗമായി സാനിറ്ററി നാപ്കിൻ മാലിന്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയ്ക്കുവാനും കഴിഞ്ഞു. പദ്ധതി വിഹിത നിർവഹണത്തിൽ 100% ചെലവഴിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചു. കാർബൺ ന്യൂട്രൽ അടിസ്ഥാനമാക്കിയ പദ്ധതികളാണ് നഗരസഭ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീ വഴി നിരവധി സംരംഭങ്ങൾ ആവിഷ്കരിച്ചു. പാഴ്ത്തുണികളിൽ നിന്നും ചവിട്ടി നിർമ്മിക്കുന്ന കൈമാറ്റക്കട മാതൃകാ പദ്ധതിയായി മാറി. വയോജന ക്ഷേമ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആരംഭിച്ച ആരോഗ്യ നഗരം പദ്ധതി ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. ഭിന്നശേഷി പദ്ധതികൾ, കാർഷിക വിദ്യാഭ്യാസ പദ്ധതികൾ, കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃഷിരീതികൾ തുടങ്ങി എല്ലാ മേഖലകളിലും നഗരസഭ നടത്തിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നഗരസഭയെ ഈ നേട്ടത്തിലെത്തിച്ചത്. നഗരസഭയിലെ ജീവനക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിലൂടെയാണ് അഭിമാന പുരസ്കാരങ്ങൾ നഗരസഭയ്ക്ക് നേടാനായത്. എല്ലാവരും സന്തോഷമായി ജീവിക്കുന്ന, എല്ലാവർക്കും സന്തോഷകരമായ സാമൂഹിക ചുറ്റുപാട് സൃഷ്ടിക്കുന്ന ഭരണസമിതിയായിരിക്കാനാണ് നഗരസഭ ശ്രമിച്ചതെന്നും നഗരസഭ ചെയർമാൻ PN സുരേന്ദ്രൻ അറിയിച്ചു. അപ്പോൾ വടക്കാഞ്ചേരി ഭരണസമിതി, നഗരസഭാ ഭരണസമിതി എന്ന് പറഞ്ഞാൽ 2015 മുതലുള്ള തുടർച്ച, ഒരു ഭരണസമിതി പഴയൊരു ഭരണസമിതിയുടെ തുടർച്ചയാണ്. ആ തുടർച്ചയായിട്ടുള്ള ഭരണസമിതിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് 3 ഘട്ടങ്ങളിലായി, ആദ്യഘട്ടം 2021-22 വർഷത്തിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ 1ാം സ്ഥാനവും സ്വരാജ് ട്രോഫിയിൽ 2ാം സ്ഥാനവും, കേരളത്തിലെ തന്നെ 2ാം സ്ഥാനത്തേക്ക് നമ്മുടെ നഗരസഭയെ എത്തിക്കാൻ വേണ്ടി ഇവിടുത്തെ നഗരസഭയുടെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥന്മാരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വിജയം തുടർച്ചയായി 3 തവണകളായി വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വിജയം ഞങ്ങൾ വടക്കാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടങ്ങളിലും ഇനി വരാനുള്ള കാലഘട്ടങ്ങളിലും ഭാവി പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ വടക്കാഞ്ചേരി നഗരസഭയുടെ ഈ വിജയം നിലനിർത്താൻ ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെ സംഘടിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ച് കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് 1ാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയാവുന്ന രീതിയിൽ എല്ലാവരെയും സേവിക്കാനും എല്ലാവരെയും സംരക്ഷിക്കാനും ആവശ്യമായിട്ടുള്ള പ്രവർത്തന പദ്ധതികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. BCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.